നൽകിയ ഈ ദൈവവചന ഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ നമുക്ക് ചിന്തിക്കേണ്ടതും ആനുകാലിക പ്രസക്തിയുള്ളതുമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. കാരണം പാരമ്പര്യം ആണോ ദൈവവചനമാണോ പ്രധാനം? ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ദൈവവചനം കൂട്ടത്തിലൊരു പാരമ്പര്യം മാത്രമാണ്. അതുകൊണ്ട് ദൈവവചനം പോലെ അങ്ങനെ ഉള്ള കാര്യങ്ങളോടൊന്നും നമ്മുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും അതിൽ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെ അതൊന്നും പ്രശ്നമല്ല. പ്രധാനപ്പെട്ടത് പാരമ്പര്യമാണ് എന്ന് അബ്രഹാം പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വാദിക്കുകയും ദൈനംദിനം അതിനുവേണ്ടി വീറോടും വാശിയോടും കൂടെ നിൽക്കുകയും ചെയ്യുന്ന പല സഹോദരങ്ങളും ഉള്ള ഒരു സോഷ്യൽ മീഡിയയിലാണല്ലോ നമ്മളും ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമായിട്ട് ചിന്തിക്കേണ്ടതും കർത്താവ് പറഞ്ഞ എന്താണ് കർത്താവ് പറഞ്ഞ വാക്കുകളിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്നും നമ്മൾ വളരെ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ദൈവവചന ഭാഗമാണ് എന്ന് പ്രാരംഭമായിട്ട് തന്നെ നമ്മൾ പറയട്ടെ. നേരത്തെ നമ്മൾ കണ്ടു കർത്താവ് സൗഖ്യമാക്കുന്നതും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതിനുശേഷം കർത്താവ് കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വരുന്നതും പത്രോസ് കടലിൽ നടക്കാനായിട്ട് ശ്രമിക്കുന്നതും മുങ്ങിത്താഴുന്നതും ഒക്കെ വിഷയങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. എന്നാൽ അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു എന്ന് നമ്മൾ ഇന്നലെ അവിടെ കാണാനിടയായി. കർത്താവ് തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയ കർത്താവ് കേവലം ഒരു മനുഷ്യനല്ല, ഒരു മാജിക്കുകാരനൊന്നുമല്ല, അല്ലെങ്കിൽ ചില രോഗങ്ങൾ സൗഖ്യമാക്കുക മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. മരണത്തിൻ്റെ മേലും പിശാചിൻ്റെ മേലും പ്രകൃതി ശക്തികളുടെ മേലും ഒക്കെ അധികാരമുള്ള അവർ കാത്തിരുന്ന ദൈവപുത്രൻ തന്നെ എന്ന് അവർ ഏറ്റുപറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരുവാനായിട്ട് തുടർന്ന് ഇടയായിത്തീരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കർത്താവ് ഗന്നസരേത്ത് ദേശത്ത് ചെന്നപ്പോൾ അവിടെ ഉള്ള രോഗികളെയൊക്കെ സൗഖ്യമാക്കി. കർത്താവ് ആരെന്നറിഞ്ഞു, അടുക്കൽ കൊണ്ടുവന്നു, തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു എന്നുള്ള ഭാഗം ദൈവദാസൻ ഓൾറെഡി വിവരിച്ചതായതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് വളരെ പ്രബലമായിരുന്ന പല സെക്റ്റുകളും യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. അവർ ഈ ബാബേൽ പ്രവാസത്തിൽ നിന്ന് വന്നതിന് ശേഷം, അതുപോലെ തന്നെ മക്കബായരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവം അല്ലെങ്കിൽ ആ ചെറുത്തുനിൽപ്പിനും ഒക്കെ ശേഷം വളരെ ഈ മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗരൂകരായിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മശിഹ വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അവർക്കുണ്ടായിരുന്നെങ്കിൽ തന്നെ അവർ കൂടുതൽ ഈ കാര്യങ്ങളുടെ അർത്ഥമറിയാതെ അതിനെ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെ ശാസ്ത്രിമാര്, പരീശന്മാര്, അതുപോലെ സാഡുസീസ്, സദൂക്യര്, അതുപോലെ ഹെരോദിയൻസ്, അതുപോലെ മറ്റ് ചെറിയ ചെറിയ സെക്റ്റായിട്ടുള്ള മറ്റു പല ആൾക്കാരും, എരിവുകാര്, അതുപോലെ ഇതുപോലെ പറയുന്ന പല ആൾക്കാരും ഉള്ള ഒരു സമൂഹത്തിലാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം അത് കർത്താവിൻ്റെ സമയത്ത് കർത്താവിനെ കൂടുതൽ എതിർത്തുകൊണ്ടിരുന്നത് പരീശന്മാരും ശാസ്ത്രിമാരുമായിരുന്നു എന്നും, കർത്താവ് ഈ നിലയിൽ പല പ്രാവശ്യം ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ച് തൻ്റെ വചനം അറിയിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയും അത് പല അത്ഭുതങ്ങളും ചെയ്തത് ഈ പറയുന്ന ശബ്ബത്ത് ദിവസം ആയതുകൊണ്ടൊക്കെ ഇത് കൂടുതൽ ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യാനായിട്ട്, കൂടുതലൊന്ന് പരിശോധിക്കാൻ വേണ്ടി കുറേ ആൾക്കാരെ യെരുശലേമിൽ നിന്ന് വിളിച്ചു വരുത്തും. ഏകദേശം 100ഓളം കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തുനിന്ന് ഈ പറയപ്പെടുന്ന പ്രസക്തരായിട്ടുള്ള അതിനെക്കുറിച്ച് അവർ അഭിപ്രായം പറയാനും ശോധന ചെയ്യാനും ഒക്കെ അധികാരവും ഒക്കെ ഉള്ള ചില ആൾക്കാരെ വിളിച്ചു വരുത്തുന്നതാണ്, ഗലീലയിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അനന്തരം യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു. അപ്പം അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ചോദ്യങ്ങളും പരിപാടികളും ഒന്നും അല്ല. ഇപ്പം പുതിയൊരു നിലയിൽ കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കാനും അദ്ദേഹത്തെ വേണമെങ്കിൽ വിചാരണ ചെയ്യാനും അദ്ദേഹത്തെ ചെയ്യുന്നതൊക്കെ ദൈവത്തിൽ നിന്നാണോ അല്ലയോ, ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണോ അല്ലയോ എന്നൊക്കെ പരിശോധിക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ കടന്നു വന്ന് ചില ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം നമുക്കറിയാമല്ലോ, പരീശന്മാരെന്ന് പറയുമ്പം അവര് ഫുള്ളായിട്ട് ഈ ക്രൗഡിൽ നിന്നൊക്കെ സെപ്പറേറ്റഡ്, ഫാരസി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വേർതിരിക്കപ്പെട്ടവർ എന്നൊരു നിലയിലായിരുന്നു. അപ്പോൾ അവരുദ്ദേശിച്ചത് ആ ഒരു വേർതിരിവെന്ന് പറയുന്നത്
പാപികളിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾ അനുസരിച്ച് അവരെ അശുദ്ധമാക്കാനും, അവർ വിചാരിക്കുന്ന ചില നിയമങ്ങൾ അനുസരിച്ച് ഉള്ള അവരുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്താനുമായിട്ടുള്ള വ്യക്തികളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും പല സമയങ്ങളിലും മാറി നിൽക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ തൂണ് പരീശന്മാര്, അങ്ങനെയൊക്കെയുള്ള ചില പരീശന്മാരെ പറ്റിയൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നമുക്കറിയാം, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് പുലർത്തി കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് അവരുടെ വിശുദ്ധിയും ഐഡന്റിറ്റിയും, അതുപോലെ ഈ ദൈവവചനമൊക്കെ അനുഷ്ഠിക്കുന്നവരാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് പലപ്പോഴും അവരുടെ പല കാര്യങ്ങളും അവരെ വിമർശിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഒട്ടകത്തെ വിട്ടുകളഞ്ഞിട്ട് കൊതുകിനെ അരിച്ചെടുക്കുന്നവരെന്നും, അതുപോലെ വെള്ളദേശ ശവക്കല്ലറകളെന്നും, അതുപോലെ മറ്റു പല രീതിയിൽ കർത്താവ് അവരെ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. സദൂക്യരെന്ന് പറയുമ്പോൾ നമുക്കറിയാം, പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല, ദൈവികമായ പല കാര്യങ്ങളിലും അവർ വിശ്വസിച്ചിരുന്നില്ല. ദൈവവചനത്തിന് അങ്ങനെയുള്ള ഒരു മുഖവില പോലും കൊടുക്കാതെ കൂടുതൽ അവിടെയുള്ള ടെമ്പിള്, ദേവാലയത്തിനെ കുറിച്ചും ദേവാലയത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ചും, അതുപോലെ എല്ലാ ആൾക്കാരോടും സോഷ്യലൈസ് ചെയ്യുന്നതിനെക്കുറിച്ചും, എല്ലാവരോടും മിങ്കിൾ ജീവിക്കുന്നതിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികളായിരുന്നു. ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അത്ര വലിയൊരു പ്രാധാന്യമോ പുനരുത്ഥാനമോ ദൂതനോ ഒന്നും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ള കാര്യവും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഹെരോദാവിനെ സപ്പോർട്ട് ചെയ്യുകയും ഹെരോദാവിന്റെ വാഴ്ചയൊക്കെ അനുകൂലിക്കുകയും ചെയ്ത് അതിനുവേണ്ടി നിന്നുകൊണ്ടിരുന്ന കുറെ ആൾക്കാരാണ് ഹെരോദ്യർ എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് നമുക്കറിയാം. അതുപോലെ വളരെ ഇതുപോലുള്ള പല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് ശാസ്ത്രിമാര്. കാരണം നമുക്കറിയാം, എസ്രായുടെ പുസ്തകം വായിക്കുമ്പോഴാണ് അവരുടെ പാരമ്പര്യം അനുസരിച്ച് എസ്രയാണ് ഒന്നാമത്തെ ശാസ്ത്രി എന്നുള്ള ഇത് നമുക്ക് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ആ പാരമ്പര്യം എന്നാണ് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ എസ്ര അങ്ങനെ ന്യായപ്രമാണം വായിച്ചു കേൾപ്പിക്കുന്നതും അവിടെ വന്ന് അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതും അതൊന്നും നമുക്ക് ഒരു ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് ഒരിക്കലും തോന്നത്തില്ല. യഥാർത്ഥത്തിൽ ദൈവജനത്തെ മടക്കി വരുത്താൻ വേണ്ടി തന്നെ ചെയ്ത ശുശ്രൂഷകളായിട്ടാണ് അത് ആരംഭിച്ചതെങ്കിലും തുടർന്ന് ഈ നിയമങ്ങളൊക്കെ തലനാരിഴ കീറി അത് പറയാനായിട്ട് തലനാരിഴ കീറി ഈ നിയമങ്ങളെയൊക്കെ പരിശോധിക്കുകയും ഈ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന പോലെ ഒരാൾ ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഇതൊക്കെ ആരോ ഇവിടെ ഒരാൾ ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ബ്രദർ പ്ലീസ് ഹിയർ കെയർഫുള്ളി, ഈസ് ദർ എനി റോങ് ടീച്ചിങ് ദെൻ മെൻഷൻ ഇറ്റ്. അതെന്തുദ്ദേശിച്ചാ പറഞ്ഞതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ എന്തായാലും ഈ കമന്റ് യുദ്ധത്തിൽ ഏർപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് താങ്കൾ ഈ ഉത്തരം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരം പോസ്റ്റുകൾ ഇടണ്ട എന്നാണ് താങ്കളോടുള്ള അഭ്യർത്ഥന. അത് ദയവ് ഇത് മാനിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇതൊരു ബൈബിൾ സ്റ്റഡിയാണ്, ചർച്ചയും അതുപോലെ വിചാരണയും ഒന്നുമല്ല. കമന്റ് യുദ്ധത്തിൽ ഏർപ്പെടാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ വ്യക്തമാക്കട്ടെ. ഓക്കെ, ഇനി താങ്കൾ എന്തിട്ടാലും ശ്രദ്ധിക്കുന്നതല്ല. അതിനുശേഷം താങ്കളുടെ കമന്റുകൾ അനാവശ്യമാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നതുമാണ്. ശരി. അപ്പം ഈ ഇതുപോലെ ഒരു ഇപ്പം നമുക്ക് തോന്നുക, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചില നിയമങ്ങൾ ലംഘിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹവ്വ പറഞ്ഞതുപോലെ പലപ്പോഴും ഞങ്ങളോട് തുടരുതെന്ന് മാത്രമല്ല നോക്കരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ സാത്താൻ ചോദിക്കുന്ന പോലെ ഈ തോട്ടത്തിൽ ഒരു പഴവും തിന്നാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ ഉള്ള കൽപ്പനയെ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ലക്ഷ്യം എന്താണെന്നും മനസ്സിലാക്കാതെ അതിനെ കൂടുതൽ ചെയ്യാൻ കഴിയാത്ത നിലയിൽ അപ്രായോഗികമാക്കി മാറ്റി ആർക്കും അത് അനുഷ്ഠിക്കാൻ കഴിയാത്ത നിലയിൽ. കാരണം അവരുദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇന്ന സ്ഥലത്ത് പോയാൽ അവിടെ പ്രശ്നമാകും, പാപം ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണ്ട, ആ കാര്യത്തിൽ ഇടപെടണ്ട, അതിനെ അങ്ങ് വിട്ടേര് എന്നുള്ളൊരു നിലയിൽ അത് വളരെ പാപകരമായ ചില സാഹചര്യങ്ങൾ മാത്രമല്ല, അങ്ങനെ അല്ലാത്ത നിരുപദ്രവമെന്ന് തോന്നത്തക്ക ചില സാഹചര്യങ്ങളെക്കുറിച്ച് പോലും അവരുടെ നിർദ്ദേശവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആയിരുന്നു. കാരണം എങ്ങാനും ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പനകൾ ലംഘിക്കപ്പെട്ടു പോയാലോ എന്ന് പേടിച്ച് അതിൻ്റെ 5 അയലത്ത്
വരാതെ വണ്ണം വേലി കെട്ടുന്ന നിലയിലുള്ള ചില കാര്യങ്ങളായിരുന്നു അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന് ഒക്കെയാണ് നമ്മൾ തൽമൂദ്, മിഷ്ന എന്നൊക്കെ ഉള്ള ഇതിൽ അറിയപ്പെടുന്നത്. ഓറല്ലോ യഥാർത്ഥത്തിലുള്ള ന്യായപ്രമാണമല്ല, ന്യായപ്രമാണത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ഈ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ എഴുതി തയ്യാറാക്കിയ നിയമാവലികളായിരുന്നു. അതിന് അന്ന് അറിയപ്പെട്ടിരുന്ന ഒരു 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 വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അക്കീബോ റബ്ബി. ഡിഫൻസ് ഓഫ് ഗോഡ്സ്, അതെ, അങ്ങനെ ഒരു പുസ്തകം അദ്ദേഹത്തിന്, പുസ്തകത്തിന്റെ പേര് ശരിക്കും ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇത് അക്കീബോ എന്ന് പറയുന്ന വ്യക്തി, നമുക്കറിയാം തൽമൂദ് എന്ന് പറയുന്ന ഇത് തന്നെ ഏകദേശം നമുക്ക് കാണാൻ കഴിയും 18 വോളിയം, 63 പുസ്തകങ്ങളുള്ള തൽമൂദ് 18 വോളിയമായിട്ട് അതിനെപ്പറ്റിയുള്ള വിശദമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ള ഒരു നിലവാരത്തിലായിരുന്നു കർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ചെയ്യേണ്ട ഓരോരോ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. കൈ കഴുകുക എന്ന് പറയുന്നത് എത്ര ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ കൈ കഴുകലിനെ തന്നെ അവർ വളരെ വിശദീകരിച്ച് വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആദ്യം കൈ ഇങ്ങനെ നേരെ പിടിച്ച് വെള്ളം വിരലിന്റെ അറ്റത്ത് വീണിട്ട് റിസ്റ്റിലേക്ക് ഒഴുകുന്നത് പോലെ ആദ്യം പിടിക്കണം. പിന്നെ തിരിച്ച് റിസ്റ്റിലേക്ക് വീഴുന്ന പോലെ കൈ കമത്തി വെച്ചിട്ട് റിസ്റ്റിലേക്ക് വീണത് വിരലുകളുടെ അഗ്രത്തിൽ കൂടെ താഴെ വീഴുന്നത് പോലെ തിരിച്ചു പിടിക്കണം. എന്നിട്ട് ഈ കൈകൾ തമ്മിൽ ഇങ്ങനെ ഒരസി 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 ആ വെള്ളം ആ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകണം എന്നുള്ളൊരു നിലയിലാണ് അവരത് പറഞ്ഞിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഇത് ആഹാരത്തിന് മുന്നേ മാത്രമല്ല, നമുക്കറിയാമല്ലോ. ഇപ്പം ചില വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം നമുക്ക് പൊറോട്ട തരും, പിന്നെ ചിലപ്പം ചില ചോറ് തരും, പിന്നെ വേറെ എന്തെങ്കിലും തരും. ഇങ്ങനെ അല്ലെങ്കിൽ ഓരോ കോഴ്സ്, ഈ ഭക്ഷണത്തിന്റെ ഇടയിൽ തന്നെ ഓരോ കോഴ്സുകൾ ചെയ്യുമ്പം പോലും ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരുന്ന വ്യക്തികൾ ഉണ്ട്. ഇങ്ങനെ കൈ കഴുകുന്നതിലൂടെ വളരെ അത് പ്രധാനപ്പെട്ട ഒരു ആചാരമായിരുന്നു അവർക്ക്. ഒരുത്തൻ ഇങ്ങനെ കൈ കഴുകുന്നത് കണ്ടാൽ നമുക്ക് വിചാരിക്കാം വളരെ റിലീജിയസ് ആയിട്ട് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഈ കൈ കഴുകൽ അവരുടെ ഇടയിൽ ഒരു പ്രചാരത്തിലിരുന്ന, അതിൽ പുസ്തകങ്ങളിൽ ഇതൊക്കെ കാണാത്ത, അതേസമയം പറയപ്പെട്ടിരുന്ന വേറൊരു ചരിത്രം കൂടുണ്ട്. ഒരു പിശാച് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ കൈ കഴുകാത്തതിലൂടെയാണ് എന്ന് ഒക്കെ പറയുകയും, പിന്നെ പിശാച് എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. പഴയ നിയമത്തിലല്ല പുതിയ നിയമത്തിലാണേലും അയ്യോ കൈ കഴുകാത്തതുകൊണ്ട് പിശാച് എൻ്റെ ഉള്ളിൽ കയറുമോ, എന്നാൽ പിന്നെ കൈ കഴുകിയേക്കാന്ന് പറഞ്ഞ് പുതിയ നിയമത്തിലുള്ളവരും വേണമെങ്കിൽ പോയി, പുതിയ നിയമകാലത്തുള്ളവരും പോയി കൈ കഴുകും. കൈ കഴുകേണ്ടത് നമുക്കറിയാം, അത് രോഗാണുക്കളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കേണ്ടതിന് കൈ കഴുകുന്നത് ആവശ്യമാണ്. എനിക്കിത് വായിച്ചപ്പോൾ ചെറുപ്പകാലത്ത് ഉമിക്കരി കൊണ്ട് പല്ല് തേക്കുന്നതും അമ്മേനെ ഈ പല്ല് തേച്ചെന്ന് ഇങ്ങനെ പല്ല് നല്ലപോലെ വെളുത്തിരിക്കുന്നത് കാണിച്ചാൽ മാത്രമേ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കൈ സോപ്പിട്ട് കഴുകാതെ ഭക്ഷണം കിട്ടത്തില്ല. ഇതുപോലുള്ള ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലവാരങ്ങളിലൊക്കെ വളർന്നു വന്നിട്ടുള്ളവരാണല്ലോ നമ്മൾ പലരും. അപ്പം ആ ന്യായമായ നിലയിലുള്ളൊരു കൈ കഴുകലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ റിലീജിയസ് ആയിട്ടുള്ള നിലയിൽ ഇങ്ങനെ അത് ഒരു പ്രത്യേക നിലയിൽ അത് കഴുകുകയും ഇടയ്ക്കിടയ്ക്ക് ഈ പിശാച് ഉള്ളിൽ കയറുമോ എന്നുള്ള പേടിക്ക് പിന്നെയും പിന്നെയും കഴുകിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ആ കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കോണ്ടക്സ്റ്റിലാണ് ഈ കർത്താവ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാൻ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതെന്ത്? ഈ പറഞ്ഞിരിക്കുന്ന പാരമ്പര്യത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ ലംഘിച്ച് ജീവിക്കുന്നത് എന്ത് എന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവിന് അവരോട് കർത്താവ് എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് പറയാനുള്ള ഒരു അവസരം കൂടെ ആയി തീർന്നു എന്നുള്ളതാണ്. പല ആൾക്കാരും വിചാരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ദൈവദാസന്മാർക്കോ ദൈവമക്കൾക്കോ ഒന്നും അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനൊന്നും അറിയത്തില്ല, അവരെ ഒന്ന് ചോദ്യം ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ താഴത്തെ വീണ് കിടന്നു പോകും എന്നുള്ള ഒരു നിലയിൽ വിചാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. എന്നാൽ ഈ ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവർ വെറും മണ്ടന്മാരല്ലെന്നും അവർക്കും ലോകപ്രകാരമുള്ള സെക്കുലറായിട്ടുള്ള വിദ്യാഭ്യാസവും അതുപോലുള്ള അറിവും ശാസ്ത്രവും കാര്യങ്ങളും ഒക്കെ അറിയുന്നവർ തന്നെയാണ് എന്ന് പലരും വിചാരിക്കുന്നില്ല. കാരണം സാധാരണഗതി വിവാദങ്ങളിലൊന്നും ഏർപ്പെടാതെ നടക്കുന്നത് കൊണ്ട് പലരുടെയും വിചാരം ഇവർ ഒന്നിനും കൊള്ളാത്തവരാന്നുള്ളതാണ്. ഒന്നിനും കൊള്ളാത്തവരല്ല, ഈ ലോകത്തിൻ്റെതായ നിലയിൽ നടന്ന് വഷളായി പോയ ചില വ്യക്തികൾ തന്നെയാ
ഈ ദൈവദാസന്മാരായിട്ട് പലരും ഉള്ളത്. അവർക്കൊന്നും അറിയാത്തത് കൊണ്ടോ ഒരു തെറ്റായ ലാംഗ്വേജ് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടോ ഉരുളയ്ക്കുപ്പേരി പോലെ അതേ യുക്തിയിൽ തിരിച്ചു പറയാത്തത് കൊണ്ടോ അല്ല, അതൊന്നും പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. മാനുഷികമായിട്ടുള്ള മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതി നിവർത്തിക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അത് അപ്രയോജനമാണ്. കാരണം ഒരു തെറ്റായ വാക്കോ തെറ്റായ രീതിയിലോ ഉള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ കുറ്റബോധം ഉളവാക്കുന്നതും നമ്മളെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുന്നതും ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു കാര്യമാണെന്ന് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ ജഡത്തിന്റെ ആയുധങ്ങളൊക്കെ അങ്ങ് താഴെ വയ്ക്കാനായിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ കർത്താവിനോട് വന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും കർത്താവ് അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരും കർത്താവും ഒക്കെ വല്ലാതെ അങ്ങ് അമ്പരന്ന് പോകും. ഇവരിങ്ങനെ ഒരു വളയവും ഇല്ലാതെ ചാടിക്കൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരാ, ഒരു നിയമങ്ങളും ഒന്നുമില്ലാതെ നടക്കുന്നവരാണ് എന്നൊക്കെയുള്ളൊരു ധാരണയിലാണ് ഇരിക്കുന്നത്. എനിക്ക് പലപ്പോഴും പല ആൾക്കാരും എന്നോട് എൻ്റെ വീട്ടിലൊക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ട്, നിങ്ങൾ ഇതെന്തായി ചെയ്യുന്നത്? എനിക്കത് വളരെ അവസരമായിട്ട് തീർന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യം അവരുടെ വീട്ടിൽ ചെന്ന് പറയണ്ടല്ലോ, എനിക്ക് എൻ്റെ വീട്ടിൽ അവർ വരുമ്പോൾ തന്നെ അത് പറയാനുള്ള ഒരു അവസരമായിട്ട് തീരുകയും പല അവസരങ്ങളിലും അവരൊക്കെ വളരെ ആ കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെ കൺവിൻസ്ഡ് ആയിട്ട് തിരിച്ചു പോകാനും ഒക്കെ ഇടയായിത്തീരുന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ക്ലബ് ഹൗസിലും പലരോടും എനിക്ക് പറയാനുള്ളത്, ബ്രദർ ഡിബേറ്റിന് വരുന്നോ, ഞങ്ങൾ വാദത്തിന് വരുന്നോ? വാദപ്രതിവാദം കൊണ്ട് സ്ഥാപിക്കേണ്ട ഒരു കാര്യമല്ല ഇതെന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല, വാദപ്രതിവാദം നടത്തി ഇത്രയും നാൾ ഇവിടെ വാദപ്രതിവാദം നടത്തിയവരാരെങ്കിലും വാദപ്രതിവാദത്തിന്റെ ഫലമായിട്ട് അവരുടെ ആരുടെയെങ്കിലും അഭിപ്രായം മാറ്റിയതായിട്ട് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പലരോടും പല വാദപ്രതിവാദവും നടത്തി. എന്നിട്ട് അവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഒന്നുകൂടെ ചില അഡീഷണൽ പോയിന്റ്സും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അവരാരും അവരുടെ അഭിപ്രായം മാറ്റിയിട്ടില്ല. അല്ല, അന്നത്തെ ഡിബേറ്റ് കൊണ്ട് ഞങ്ങൾക്കിത് മനസ്സിലായി, അന്ന് ഞങ്ങളുടെ അഭിപ്രായം മാറ്റി എന്ന് ആരെങ്കിലും ഒരുത്തൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല. ആരെങ്കിലും ഒരു വ്യക്തി ഇവിടെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല. കാരണം ഇതൊക്കെ വെറുതെ നമ്മൾ ചെയ്യുന്ന ചില അധര വ്യായാമം എന്നല്ലാതെ അത് നമുക്കറിയാം. പിന്നെ ഒരു ഡിബേറ്റിലോ കാര്യങ്ങളിലോ ഒക്കെ ചെല്ലുമ്പം കുറച്ച് വാക്ചാതുര്യവും കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെച്ച് പറയാനും കുറച്ച് പ്രസന്റ് ചെയ്യാനും കഴിവുള്ള വ്യക്തി അവൻ പറയുന്നത് തികച്ചും ബോൾസത്തരം ആണെങ്കിൽ പോലും അവനത് സ്ഥാപിക്കാനായിട്ട് കഴിയും. അല്ലാതെ സത്യം അവിടെ വെളിപ്പെടുത്താനായിട്ട് നിൽക്കുന്ന വ്യക്തി ഒരുപക്ഷെ വാചാലതയോ അതുപോലെ വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനോ കഴിവില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് സത്യമല്ലാതായി തീർന്നോ? അല്ലെങ്കിൽ നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വാക്ചാതുര്യമോ നമ്മുടെ അറിവില്ലായ്മയോ കൊണ്ട് ആ ഡിബേറ്റിൽ തോറ്റത് കൊണ്ട് അത് ഇല്ലാതായോ? അപ്പൊ ഇതൊക്കെ അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞതുപോലെ തന്നെ അവർ ഫോർ ഷുവർ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഉറപ്പായിട്ടും ഈ കാര്യത്തിൽ ശിഷ്യന്മാരും കർത്താവും കുടുങ്ങി ഇന്ന് തന്നെ ഇദ്ദേഹത്തെ പടിയടച്ച് പിണ്ടം വെക്കാൻ പറ്റും എന്നൊക്കെയുള്ള നിലയിൽ വരുന്നത് വന്ന് ചോദിക്കുക. നേരത്തെ തന്നെ ഇതേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നേരത്തെ തന്നെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ശബ്ദത്തിൽ സൗഖ്യമാക്കിയതിനെ പറ്റി ചോദിക്കുമ്പോൾ ശബ്ദത്തിൽ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏതാണ് വേണ്ടത് എന്ന് 12-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം തൊട്ട് നിങ്ങൾ ഒരു ആടോ അല്ലെങ്കിൽ ഒരു കുഴിയിൽ വീണാൽ നിങ്ങൾ ശബ്ദത്തിൽ കഴിയുന്നവരെ കാത്തിരിക്കണമോ? അങ്ങനെയാണെങ്കിൽ കപടഭക്തിക്കാരെ പരീശന്മാരെ അല്ലെങ്കിൽ ഒരു ശബ്ദത്തിൽ ഒരു നന്മ ചെയ്യുന്നതിൽ വിഹിതം തന്നെ എന്ന് പറഞ്ഞ് കർത്താവ് അവരെ എക്സ്പോസ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു അവസരം കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ കർത്താവിന് ഒരു അവസരമായി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഈ വചനം നൽകിയ വചനത്തിന്റെ പൊരുൾ അറിയാവുന്ന വചനമായ കർത്താവ് ഈ തൻ്റെ വചനത്തിന്റെ പൊരുൾ എന്താണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുകയും ഈ യെരുശലേമിൽ നിന്ന് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്ന ഇവരുടെ യാത്ര തന്നെ വെറുതെ ആയിപ്പോയി എന്ന് തോന്നാലും അവർക്ക് സത്യം അവർ ഒരുപക്ഷെ ഗ്രഹിച്ച് കാണാം, പിന്നത്തേതിൽ ഒരുപക്ഷെ ഗ്രഹിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയത്തില്ല. എന്നാൽ തന്നെ അവിടെ വെച്ച് അവർ നിഷ്പ്രഭരായി പോകുന്നതും അവരുടെ വാദമുനകളെല്ലാം ഒടിഞ്ഞു പോകുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം സമ്പ്രദായം എന്ന് പറയുന്നത്, നിങ്ങൾ പൂർവന്മാരുടെ സമ്പ്രദായം, ആ സമ്പ്രദായം എന്നുള്ള വാക്ക് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. സമ്പ്രദായം, പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് അത് അനുസരിക്കാതെ അത് ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കുക ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി. കാരണം നമ്മൾ പറയുന്ന വാക്കുകളിലും ഒക്കെ എത്ര കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് കർത്താവ് സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു.
കർത്താവ് എന്തുത്തരം പറയുമെന്ന് നോക്കിക്കൊണ്ടിരുന്നു. കർത്താവിനെ വാക്കിൽ പിടിക്കേണ്ടതിന് വേണ്ടി അവര് അവര് നോക്കിക്കൊണ്ടിരുന്നു. അവര് ഇങ്ങനെ നമുക്കറിയാം, അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ്. വിമർശന ബുദ്ധിയോടെ എന്നെ കാണുന്ന ഒരു വ്യക്തി കൂട്ടത്തിൽ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ സാധാരണ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിക്ക് അവന് വിഷമം ഉണ്ടാകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ പ്രയാസകരമായിട്ടുള്ള, കാരണം ഞാൻ എന്താ പറയേണ്ടി, അത് ഈ വാക്ക് പറയാമോ, ഇങ്ങനെ പറയാമോ, അയ്യോ അത് അവർ വിമർശിച്ചാൽ എന്തോ ചെയ്യും, ഇന്ന നിലവാരത്തിൽ അവർ അങ്ങനെ പറഞ്ഞാൽ എന്തു ചെയ്യും എന്നൊക്കെ വിചാരിച്ച് മനുഷ്യൻ സങ്കോചിക്കുന്നത് പോലെ ഒരു സങ്കോചവും കർത്താവിന് ഉണ്ടായിരുന്നില്ല. കാരണം കർത്താവ് പറയുന്ന ആ വചനത്തെക്കുറിച്ച് കർത്താവിന് വളരെ ഉറപ്പായിരുന്നു. നമുക്കറിയാമല്ലോ, ഇന്ന് കർത്താവ് പറഞ്ഞ പല വചനങ്ങളും അപ്പോസ്തലന്മാർ പറഞ്ഞ വചനങ്ങളും അതല്ല അതിൻ്റെ അർത്ഥം, അത് വേറെയാണ് എന്ന് പല നിലകളിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ അവർക്ക് കൂട്ടായിട്ട് തീരുന്നത് ഫിലോസഫിയും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ട് കർത്താവ് പോലും ഉദ്ദേശിക്കാത്ത ചില നിലകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക, അതിനെ ഇന്റർപൊളേറ്റ് ചെയ്യുക, അതിനെ ചെകഞ്ഞ് തലനാടിറകീരി പരിശോധിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് കർത്താവ് ഉദ്ദേശിക്കാത്ത നിലയിലേക്ക് വചനം കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പലയിടത്തും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ പല കാര്യങ്ങളും കർത്താവ് പറഞ്ഞ കാര്യം അതിന്റെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ കർത്താവ് എന്താണ് അവൾ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാകുമെങ്കിലും അങ്ങനെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കലുകളെല്ലാം വൃഥാവിലാണ് എന്ന് ചിന്തിക്കത്തക്കവണ്ണമുള്ള പല അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. അപ്പൊ തന്നെ കൈ കഴുകുന്നില്ലയോ എന്ന് ഉത്തരം പറഞ്ഞ അപ്പൊ കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ സമ്പ്രദായം കൊണ്ട് നിന്റെ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പൊ ഈ തൽമൂദും ഈ മിഷ്നയും അതുപോലുള്ള ഈ പാരമ്പര്യമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും പൗരന്മാരുടെ സമ്പ്രദായവും ഒക്കെ ഉള്ളത് അത് പലപ്പോഴും കർമാചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും മാത്രമല്ല ഒരു പ്രമാണം ലംഘിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അതിനെ വളരെ ദൂരത്തുനിന്ന് തന്നെ അതിലേക്ക് ഇടയാക്കിയേക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളെയും മുൻകൂട്ടി കണ്ട് സൂക്ഷ്മമായിട്ട് അതിൽ നിന്ന് ഒരു വ്യക്തി ഒഴിഞ്ഞു പോകണമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെ അത് നൽകപ്പെട്ടതാണെങ്കിൽ തന്നെ അത് സത്യത്തിൽ ദൈവം എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെയും കൂടെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇതിനെക്കുറിച്ച് അങ്ങനെ എഴുതപ്പെട്ട ഈ പാരമ്പര്യങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും കർത്താവ് അവിടെ പറയുകയാണ്, അത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുകയാണ് എന്നും വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു ഉദാഹരണം കർത്താവ് എടുത്ത് പറയുകയാണ്. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. നമുക്കറിയാം, എഫേസ്യർ ലേഖനത്തിൽ പറയുന്നു, വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകും നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും നിനക്ക് നന്മയായിട്ടിരിക്കാനും നീ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാകുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. കൽപ്പനകൾ പലതും ഉണ്ട്, എന്നാൽ വാഗ്ദത്തം നൽകപ്പെട്ട ഒരു കൽപ്പന അത് ഇവിടെയാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ഇത്ര പ്രാധാന്യമുള്ള ഒരു കൽപ്പനയാണ് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന എന്ന് നമ്മൾ വായിക്കുന്നത്. മാത്രമല്ല, അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. അത് നമുക്ക് ആവർത്തന പുസ്തകത്തിലും അതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ഒരു മകൻ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ അവിടെ എഴുതപ്പെട്ടേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ പറയുകയാണ്, അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ദൈവകൽപ്പനയെ ബൈപ്പാസ് ചെയ്യാനായിട്ട് ചില കുറുക്കുവഴികൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ വാർദ്ധക്യത്തിൽ അപ്പനും അമ്മയ്ക്കും തണലായിരിക്കുകയും അവർക്ക് പലപ്പോഴും കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരായ മക്കൾ തന്നെ അതിൽ നിന്ന് ഒഴിവൊഴിവ് കണ്ടെത്താൻ വേണ്ടി അതിനെ ഒന്ന് ചെയ്യാതിരിക്കാൻ തക്കവണ്ണമുള്ള ചില കുറുക്കുവഴികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ന്യായമായി കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു സംരക്ഷണം, ഇപ്പൊ ഒരു മോൻ പറയുക, മോനോട് പറയുക ഒരു അപ്പൻ, മോനെ എനിക്ക് തീരെ വയ്യ, നീ ഇന്നതുപോലെ എനിക്ക് ചെയ്തു തരണം, അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം എനിക്ക് ആവശ്യമുണ്ട്, എൻ്റെ മോൻ അത് ചെയ്തു തരണം. അപ്പൊ ഇത്രയും നാള് വളർത്തിക്കൊണ്ട് വന്ന മോൻ അത് ചെയ്യും എന്നുള്ള പ്രത്യാശയോടെ ആ പിതാവ് മകനോട് പറയുമ്പോൾ അവനത് പറയും, അപ്പാ അത് നിനക്ക് ചെയ്തു തരേണ്ടത് തന്നെയാണ്, അത് യാതൊരു സംശയവുമില്ല. എന്നാൽ ആ സംഗതി ഞാൻ ദൈവത്തിന് വഴിപാടായിട്ട് അങ്ങ് നേർന്നു കഴിഞ്ഞു, ദൈവത്തിന് വഴിപാടായിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി എങ്ങനെയാ അപ്പ, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്നാൽ അത് ചെയ്തു തരാൻ കഴിയുന്നില്ല
എന്ന് ഒരു 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 ദുഷ്ടലാക്കോടുകൂടെ, അല്ലെങ്കിൽ അത് ദൈവത്തിന് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അപ്പന് പറയാൻ പറ്റുമോ? അല്ല മോനെ, ദൈവത്തിന് കൊടുത്തു, എന്നാ പിന്നെ എൻ്റെ മോൻ ഒന്നും ചെയ്യണ്ട. വേണ്ട 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 വേണ്ട, ദൈവത്തെ അപമാനിച്ചുകൊണ്ട് എൻ്റെ മോനെ, അപ്പനെ നീ സ്നേഹിക്കുകയോ കരുതുകയോ അപ്പന് വേണ്ടി തരികയോ ഒന്നും വേണ്ട. എൻ്റെ മോൻ അത് തന്നെ കയ്യിൽ വെച്ചോ, അത് നിനക്ക് അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് പറയുന്നത് നിലയിൽ അപ്പനോടും അമ്മയോടും ഇങ്ങനെ ചെയ്തത് തന്നെ. ഇത് മാത്രമല്ല, കർത്താവ് മറ്റു പല സ്ഥലങ്ങളിലും സത്യം, ധർമ്മം, നീതി എന്നിവ വിട്ടുകളയുകയും ന്യായപ്രമാണത്തിലെ പതാരം കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളെയൊക്കെ വളരെ കൃത്യമായിട്ട് ആചരിക്കുകയും, എന്നാൽ ഇതൊക്കെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അത് ദശാംശം കൊടുക്കുന്നു, അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു, ദൈവാലയത്തിന് വേണ്ടി കൊടുക്കുന്നു. ഇതൊക്കെ ഒരു നിയമം അനുഷ്ഠിക്കുന്നത് പോലെ അല്ല. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതിന് പകരം അതൊക്കെ ഒരു നിയമം അനുഷ്ഠിക്കുന്നത് പോലെ ചെയ്തു കഴിയുമ്പോൾ, അയ്യോ കൊടുക്കണമല്ലോ, കൊടുക്കേണ്ടി വന്നല്ലോ എന്നൊക്കെയുള്ള ഭാരത്തോടുകൂടെ ചെയ്യുന്ന എത്രയോ പേരുണ്ട്, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്, നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുകയാണ്. ഇതുപോലെ എത്രയോ കാര്യങ്ങൾ കർത്താവ് തൻ്റെ ജീവിതകാലത്ത് അവരുടെ ഈ ഓറലിലോ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം അനുസരിച്ച് ദൈവകൽപ്പനയെ അവര് ദുർബലമാക്കി കളഞ്ഞ ഒരു അവസ്ഥ കാണാൻ കഴിയും. അപ്പം എന്താണ് ദൈവവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് സത്യവും ധർമ്മവും നീതിയും സ്നേഹവും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യായപ്രമാണം നൽകപ്പെട്ടത് കൊണ്ട് ദൈവം ആഗ്രഹിച്ചതെങ്കിൽ, അതേ ന്യായപ്രമാണത്തിന്റെ പഴുതുകളെ ഉപയോഗിച്ച് അതിന്റെ ഉദ്ദേശത്തിൽ നിന്ന് തന്നെ അതിനെ മാറ്റിക്കൊണ്ടുപോയി സ്വന്തം അപ്പനും അമ്മയ്ക്ക് പോലും ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. ആരോ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡിസ്കഷന്റെ സമയമല്ല എന്ന് താങ്കളോട് വിനീതമായിട്ട് പറയുകയാണ്. നോക്കിയാട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അപ്പോൾ ഒരു അപ്പനും അമ്മയ്ക്ക് പോലും ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സമൂഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ, സഹോദരങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ എക്സംപ്റ്റഡ് ആയിട്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കത്തക്കവണ്ണമുള്ള പഴുതുകളെ കണ്ടെത്തിയ ചില സാഹചര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില കാര്യങ്ങൾ ചെയ്യുന്ന കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കി, അതുപോലെ ആലയത്തിലിരിക്കുന്ന അതിനെപ്പറ്റി നമ്മളൊരു വാക്യം വായിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഇതുപോലൊക്കെയുള്ള കപടഭക്തിക്കാരെ എന്ന് വിളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. യഥാർത്ഥത്തിൽ എൻ്റെ ഉദ്ദേശം അറിയാതെ അക്ഷരീയമായിട്ട് ചില കാര്യങ്ങൾ നിവർത്തിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന വ്യക്തി, ആന്തരികമായ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ ബാഹ്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ ഭക്തനെന്നും ദൈവത്തെ അനുസരിക്കുന്നവനെന്നും പറയപ്പെടാനും വിളിക്കപ്പെടാനും പ്രത്യക്ഷപ്പെടാനുമുള്ള സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുകയും, കർത്താവ് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ച ആ ദൈവസ്നേഹത്തിലേക്കും യഥാർത്ഥത്തിൽ രക്ഷയിലേക്കും ഒക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യത്തെ മാറ്റിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും ശരിയായിട്ട് ജീവിക്കുന്നവരും നല്ലവരുമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട്. കാരണം ഈ ക്രിസ്തുവിനെ അറിയാനും അവന്റെ വചനത്തെ തിരിച്ചറിയാനും ആ കർത്താവിന്റെ കൃപയിൽ മുന്നോട്ട് പോകാനും ഇടയായി തീരേണ്ടതായിട്ടുള്ള ഇതേ വചനം വെച്ചുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും ഇത് തോന്നും, ആരും ഒഫൻഡഡ് ആയി പോകരുത്. കാരണം ചില കാര്യങ്ങളൊക്കെ ഇന്ന് ക്രിസ്തീയ സഭകൾ അനുഷ്ഠിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തിൽ എത്ര ദൂരെയാണ് അവർ നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഞാൻ ഓർക്കുക, കാരണം ഇന്നലെ ഒരു പ്രിയ സഹോദരൻ കടന്നു വന്ന് നമ്മുടെ ചർച്ചയിലൊക്കെ പങ്കെടുത്തപ്പോൾ പറയാൻ, ഞങ്ങൾ പലതും നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നമുക്കുമുണ്ട്, സ്നാനമുണ്ട്, പരിശുദ്ധാത്മാഭിഷേകമുണ്ട്, അതുപോലെ മറ്റു പല കാര്യങ്ങളും ഞങ്ങൾ നിവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ തിയോളജി ഒരുപോലെ. അത് എങ്ങനെ ഒരുപോലെ ആകുന്നത്? നിങ്ങൾ ചിലത് പ്രതീകാത്മകമായിട്ട് അങ്ങ് ചെയ്യുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു എന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നത് അത് മാറ്റി വെച്ചിട്ട് വേറൊരു വ്യക്തി പറയുകയാണ്, ഞാൻ സാത്താനെ തള്ളി ഞാൻ ദൈവത്തെ തെരഞ്ഞെടുത്തു എന്ന് പറയുക. എന്നിട്ട് ഈ പറഞ്ഞ ആൾക്കാരും ഇന്ന് ജീവിക്കുന്ന വലിയൊരു ക്രിസ്ത്യൻ സമൂഹത്തിലെ ഏറെ പേരും ദൈവത്തിൽ നിന്ന് അകന്നും ദൈവത്തെ അറിയാതെയും വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെയും ജീവിക്കുന്നവരായിട്ട് ജീവിച്ചിട്ട് പോലും ഈ പറഞ്ഞ തലതൊട്ടപ്പൻ അതിന് ബാധ്യസ്ഥനല്ലേ? അവൻ ദൈവസന്നിധിയിൽ കുറ്റക്കാരനായി തീരത്തില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ വചനം കേട്ട് മാനസാന്തരപ്പെടുത്തി രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരേണ്ട ഒരു വ്യക്തിക്ക് വേണ്ടി വേറൊരു വ്യക്തി അത് ഏറ്റുപറഞ്ഞ് യഥാർത്ഥത്തിൽ അവൻ ഉണ്ടാകേണ്ട മാനസാന്തരത്തെ ബൈപ്പാസ് ചെയ്ത് കളഞ്ഞു, അതിനൊക്കെ കുറുക്കുവഴി ഉണ്ടാക്കി കളഞ്ഞു.
എന്തൊരു ഭീകരമായിട്ടുള്ള ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ. നമ്മൾ അങ്ങനെ പ്രതീകാത്മകമായിട്ട് രക്ഷിക്കപ്പെട്ടവരോ പ്രതീകാത്മകമായിട്ട് രക്ഷിക്കപ്പെട്ടവരെന്ന് അഭിമാനിക്കുന്നവരോ അല്ല. കാരണം നമുക്കറിയാം, ഒന്നും അറിയാത്ത ഒരു ശിശുവിന് ഇത് ചെയ്തത് കൊണ്ട് നമ്മളിപ്പോൾ പറയുന്ന ചില സഭാപിതാക്കന്മാർ പോലും ഈ സാക്രമെന്റോളജി എന്ന് പറയുന്ന സംഗതിയെ മുന്നോട്ട് കൊണ്ടുവന്നവരാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇന്ന് വിശ്വാസം പോലും പിന്നെ അത് പ്രവൃത്തിയായിട്ട് പരിഗണിക്കപ്പെടും. വിശ്വാസം എങ്ങനെയാ പ്രവൃത്തിയായിട്ട് പരിഗണിക്കപ്പെടുന്നത്? റോമർക്ക് എഴുതുന്ന ലേഖനം 3-ാം അധ്യായം 4-ാം അധ്യായം വായിക്കാത്തത് കൊണ്ടല്ലേ അവർക്കത് തോന്നുന്നത്. വചനത്തിൽ ചോദിക്കുക, പ്രശംസ എവിടെ പോയി, ഏത് മാർഗത്താൽ? അപ്പൊ പ്രശംസിക്കാനായിട്ട് ഒരു വഴിയുമില്ലാത്ത വഴിയായി വിശ്വാസത്തിന്റെ മാർഗം. അതും പലരും തിരിച്ചറിയുന്നില്ല. വിശ്വാസത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തിക്കാത്തവരെങ്കിലും അഭക്തനെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവന് അത് നീതിയായിക്കണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. അപ്പോൾ എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു പ്രവൃത്തിയും കാണിക്കാനില്ല, ഞാൻ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടവനാണ്, പാപത്തിന് അടിമയാണ്, എനിക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. നീ പ്രവർത്തിക്കാത്തവർക്ക് വേണ്ടി നൽകുന്ന, അല്ലെങ്കിൽ പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവന് കണക്കിടുന്ന നീതിയല്ലാതെ എനിക്ക് ആശ്രയിക്കാൻ ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ വിശ്വാസം പ്രവർത്തിയാന്ന് പറഞ്ഞാൽ എന്തൊരു ഇന്റർപ്രിട്ടേഷനാ. എനിക്ക് അതിനെക്കുറിച്ച് വളരെ പരിതാപകരമായിട്ട് തോന്നുക. ചില ഫിലോസഫി ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന രീതി നമ്മൾ ആലോചിച്ച് നോക്കുമ്പം ഇതൊക്കെ എന്തുവാ പറയുന്നത്? സകല മുഴങ്കാലും മടങ്ങി, അല്ലെങ്കിൽ എല്ലാ പ്രശംസയും തീർത്ത് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ആ ലക്ഷ്യം പിടിച്ചുകൊള്ളാനായിട്ട് ഓടി വന്ന നാം എന്ന് 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ, ഈ ലോകത്തിലെ ഒന്നും ശാശ്വതമല്ല എന്നും പാട്ടുകാരൻ പറയുന്നത് പോലെ, ലോകത്തിൻ മോഹത്തെ കണ്ട് വിരഞ്ഞോടി ഞാൻ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു. അങ്ങനെ നിന്റെ തിരുപാദപീഠത്തിലേക്ക് ഒരു മുടിയൻ പുത്രനെ പോലെ നഷ്ടപ്പെട്ടവനായിട്ട്, പ്രശംസിക്കാൻ ഒന്നുമില്ലാത്തവനായിട്ട്, മകനെ പോലെ പരിഗണിക്കപ്പെടാനായിട്ട് ഒരു സാധ്യതയും ഇല്ലാത്തവനായിട്ട്, കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് കരയുന്ന കരച്ചിലിന് എവിടെയാ അതിന്റെ പ്രാധാന്യം? ഏത് ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച ആ കരച്ചിലൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആ കരഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ യഥാർത്ഥ കോണ്ടെക്സ്റ്റ് അറിയാതെ, അതിന്റെ ഉദ്ദേശം അറിയാതെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ഇത്തരം വാദമുഖങ്ങളിലേക്ക് എത്തിച്ചേരാനിടയായിത്തീരുന്നത്. ദൈവത്തിന്റെ വചനം അത് അംഗീകരിക്കുന്നില്ല. അവരുടെ ഫിലോസഫി വെച്ച് അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയും. ചത്തുകിടക്കുന്നവന് നിലവിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഇവിടെ പറയുക, പ്രശംസ എവിടെ പോയി? അത് ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ വിശ്വാസമാർഗത്താലോ? പ്രശംസ പോയത് വിശ്വാസമാർഗത്താലാണ്. വിശ്വസിക്കുന്ന ഒരുത്തന് ഒരിക്കലും അതിൽ പ്രശംസിക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ നഷ്ടപ്പെട്ട ഒരു പാപിയായിരുന്നു, കർത്താവിനെ വീണ്ടെടുത്തു എന്ന് പറയാനല്ലാതെ വേറൊന്നും സാധിക്കത്തില്ല. ഇത് അറിഞ്ഞുകൊണ്ട് ആരെയും വിമർശിക്കുമല്ല പ്രിയപ്പെട്ടവരെ, ഹൃദയവേദന കൊണ്ട് ഞാൻ പറയും. ഇന്നലെ രാത്രി ഒരു ഗ്രൂപ്പിലിരുന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ നിക്ക് ബ്രദർ താഴെയുണ്ട്. അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇതാണ് അവിടുത്തെ പ്രധാന വാദം. പിന്നെ അവിടെ കയറി വെറുതെ രാത്രികാലത്ത് വീട്ടിലുള്ളവരൊക്കെ കിടന്നുറങ്ങുമല്ലേ, വാദപ്രതിവാദം കൂടുമ്പോൾ ശബ്ദം ഉയരും. അതുകൊണ്ട് മീതെ കയറിയതുമില്ല, വാദിച്ചതുമില്ല. എന്നാൽ എന്തൊരു ബാലിശമായി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഞാൻ ആലോചിച്ചു പോവുക. അവരേത് വചനമാ വായിക്കുന്നത്? ഏതർത്ഥത്തിലും ഏത് കാഴ്ചപ്പാടിലും ഇതൊക്കെ വായിക്കുന്നത്? നോക്കിയാട്ടെ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പം ഇങ്ങനെ കർത്താവ് ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം, ഞാൻ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ ലിങ്ക് അങ്ങ് പോയി. പോട്ടെ. സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കി കളയുന്നു. അതെ, അപ്പൊ രക്ഷയെ പ്രതീകാത്മകമാക്കി, എന്നിട്ട് ഈ രക്ഷിക്കപ്പെട്ടവരും ചെറുപ്പത്തിൽ സ്നാനപ്പെട്ടവരും പിശാചിനെ തള്ളി ദൈവത്തെ അംഗീകരിച്ചവരും ഒക്കെ ഇന്ന് പിശാചിനെ അനുസരിച്ച് നടക്കുന്നു. എന്നിട്ട് അവരവിടെ നിന്നുകൊണ്ട് അവരുടെ പാരമ്പര്യത്തെ ഉയർത്തി പറയുന്നു. ബോഷത്തരമല്ലേ പ്രിയപ്പെട്ടവരെ? അടുത്തത് അതിനേക്കാളും രസമാണ്. ഞങ്ങൾ മൂറോനും തേച്ചു കഴിഞ്ഞു. അപ്പോസ്തലന്മാര് കർത്താവിന്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം സെഹിയോൻ മാളിക മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് അഗ്നിനാവുകളെ പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേൽ പതിച്ചു. ദൈവം അവർക്ക് നൽകിയതുപോലെ, പരിശുദ്ധാത്മാവരെ എനേബിൾ ചെയ്തതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നുള്ള ദൈവസഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രിസ്തീയ ചരിത്രം വ്യാഖ്യാനിക്കാനോ പഠിപ്പിക്കാനോ ആർക്കും കഴിയത്തില്ല. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അത് പൊട്ടത്തെറ്റെന്നല്ലാതെ അതിനെക്കുറിച്ച് വേറെ ഒന്നും നമുക്ക് പറയാനായിട്ടില്ല. അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. എന്നാൽ അത് കേവലം ചില പ്രത്യേക ചില എണ്ണകളൊക്കെ ചേർത്ത് ഒരുമിച്ചുണ്ടാക്കിയ ഒരു പൂശലായിട്ട് ഇതിനെ മാറ്റി, അതിനെയും പ്രതീകമാക്കി മാറ്റിക്കളഞ്ഞു.
എന്നെ എന്ത് പറയാനാ? എന്നിട്ട് അതിനെ അഭിമാനം തോന്നി അതാണ് പാരമ്പര്യം, അതാണ് ശ്രേഷ്ഠത, അപ്പോസ്തലന്മാർ ചെയ്തതാ. അപ്പോസ്തലന്മാർ കൊണ്ടുപോയി കുറച്ച് എണ്ണ തേച്ച് വിടുകയാണോ ചെയ്തേ? അത് ഇങ്ങനെ പറയുന്നവർ ഇതിനൊന്ന് ഉത്തരം പറഞ്ഞേ. അപ്പോസ്തലന്മാർ പോയി എല്ലാവരുടെ തലയിലും കാലയിലും അല്ലെങ്കിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇത് അഭിഷേകം ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടി, പൊയ്ക്കോ എന്ന് പറയുകയാണോ ചെയ്തേ? അറിവില്ലാത്ത ഒരു പൈതലിന്റെ മീതെ എണ്ണ തേച്ചിട്ട് പറയുക ഞങ്ങൾ ആ പരിശുദ്ധാത്മാഭിഷേകത്തിലും വിശ്വസിക്കുന്നു, കാരണം ഞങ്ങൾ മൂറോന്ന്. അത് ഇത് റേ. അത് ഞങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അതും ഇതുമായിട്ട് ഒരുമിച്ച് കൊണ്ടുവരണ്ട. അങ്ങനത്തെ ഡോക്ടറിൽ അല്ല ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത്. ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രസംഗിക്കുന്നത്. അത് നയം വ്യക്തമാക്കേണ്ട സമയത്തൊക്കെ നമ്മൾ നയം വ്യക്തമാക്കും. നയം വ്യക്തമാക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അത് പറയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശക്തി ധരിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറയാനിടയായി തീർന്ന ആ പരിശുദ്ധാത്മ ശക്തിയെ പ്രതീകാത്മകമാക്കി മാറ്റി, ഒരു കുപ്പിയിലെ എണ്ണയാക്കി മാറ്റി, അത് തേച്ചു കഴിഞ്ഞാൽ ഉടനെ പരിശുദ്ധാത്മാവ് കിട്ടി എന്ന് പറയുന്ന ഭോഷത്വം, അത് ഈ പരീശന്മാർ ചെയ്തതിനേക്കാൾ അപ്പുറത്തല്ലേ? പരീശന്മാർ അവരുടെ പാരമ്പര്യം കൊണ്ട് ദൈവവചനത്തെ ദുർബലമാക്കിയതിനും അപ്പുറത്തല്ലേ ഈ കാണുന്ന കാര്യം? അതിനെന്താ ഉത്തരം പറയാത്തെ? നിങ്ങളാ തേക്കുന്ന എണ്ണയിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങളത് പരിശുദ്ധാത്മാഭിഷേകമാണെന്ന് പറയുന്നുമില്ല, ഏറ്റു പറയുന്നുമില്ല. നമ്മൾ ചില സബ്ജക്റ്റുകളൊക്കെ പ്രസംഗിക്കുമ്പോൾ ചിലർ വിചാരിക്കും ജയ്ദീപ് ബ്രദർ ഞങ്ങളോട് ചേർന്ന് നിന്നാ പറയുന്നത്, അല്ലെ അബ്രാബാസ് അയ്യോ, അങ്ങനൊന്നും അല്ല പ്രിയപ്പെട്ടവർ. ഓരോ ഇഷ്യൂസ് വരുമ്പം അതിനെ അഡ്രസ്സ് ചെയ്യുന്നതേ ഉള്ളൂ. അനാവശ്യമായിട്ടൊരു ഓരോരുത്തരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നേ ഉള്ളൂ. അല്ലാതെ കാര്യങ്ങളോട് അടുത്ത് വരുമ്പം ഈ ദൈവവചനത്തെ പാരമ്പര്യം കൊണ്ട് ദുർബലമാക്കുന്ന വിഷയത്തോളം വരുമ്പോൾ ക്രിസ്തീയ സഭ പോലെ പ്രതിക്കൂട്ടി നിൽക്കുന്ന വേറെ ആരുണ്ട് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. സാരമായ കർത്താവിൻ്റെ വചനങ്ങളെ ഇങ്ങനെ പ്രതീകാത്മകമാക്കി മാറ്റി, എങ്ങനെ അർത്ഥമില്ലാത്തതാക്കി മാറ്റി, എങ്ങനെ ശക്തിയില്ലാത്തതാക്കി മാറ്റി. എണ്ണ തേച്ചിട്ട് പറയുക മോനെ പരിശുദ്ധാത്മാവ് കിട്ടി, നീ പൊയ്ക്കോ. അവൻ പിന്നെയും പാപത്തിലും, അവൻ പിന്നെയും കൂത്തുകളിലും അതുപോലെ തിന്മയായ കാര്യങ്ങളും അവൻ പിന്നെയും പോവുക എണ്ണ തേച്ചോണ്ട്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ദാസന്മാര് ദൈവത്തിന്റെ വചനം ശക്തിയോടെ പ്രസ്താവിച്ചതാ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നു, കർത്താവ് ഹെരോദാവ് ഇങ്ങനെയൊക്കെ ചെയ്തു, അതിനെയൊക്കെ എതിർത്തു. എന്നാൽ ഇപ്പോൾ ഇവരെയൊക്കെ ചേർന്ന് വന്ന് ദൈവത്തിനും തൻ്റെ അഭിഷേകത്തിനും നേരെ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നീ കാണണമേ എന്നവർ പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ ദൈവത്തിന്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുടെ അനുഭവം ഇതാ. അവർക്ക് പ്രത്യേകിച്ച് ആരെയും പേടിക്കേണ്ടതായിട്ടില്ല, ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി. എനിക്കും അത്രയും പേടിച്ചാൽ മതി. എനിക്ക് ആരെയും പേടിക്കേണ്ടതായിട്ടില്ല, ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി. ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് കയറി ആരുടെയും ഗുഡ് ബുക്കിലേക്ക് കയറണമെന്ന് ഒരാഗ്രഹവുമില്ല. എന്നാൽ അസ്ഥാനത്തും അപമാനിക്കുന്ന നിലയിലും ഇതിനെയൊക്കെ പറയുന്നതിനെ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ. അല്ലാതെ കാര്യത്തോടടുക്കുമ്പോൾ കാര്യം പറയാനായിട്ടുള്ള കഴിവില്ലായ്മയൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള വാദമോ തളർവാദമോ ഒന്നും പിടിച്ചിട്ടുമില്ല. നിശ്ചയമായിട്ട് ദൈവം നാവിന് ശക്തി തരുന്നത് വരെ ഈ ദൈവത്തിൻ്റെ വചനം പറയേണ്ട രീതിയിൽ പറയുന്നത് പോലെ തന്നെ പറയും. അതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ പ്രതീകാത്മകമാക്കി മാറ്റിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വചനത്തിൽ 1-ാം നൂറ്റാണ്ടിലെ സഭ ആചരിച്ചു വന്നിരുന്ന ഏത് കാര്യമാണ് പ്രതീകാത്മകമാക്കി മാറ്റാത്ത? അപ്പം മനുഷ്യന് പാപത്തിലും ജീവിക്കാം, ലോകപ്രകാരവും ജീവിക്കാം. അതേപോലെ തന്നെ ഇതൊക്കെ കിട്ടിയെന്നും ആകത്തക്കവണ്ണുള്ള ഒരു ഫാൾസ് സമാധാനം, ഒരു തെറ്റായ സമാധാനം അവർക്ക് ഇത്തരം കാര്യങ്ങൾ നൽകുന്നതല്ലാതെ ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകുന്നതിനുള്ള വാതിൽ അടച്ചു കളയുന്നതല്ലേ ചെയ്യുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭാവനയിൽ കാണാവുന്നതേ ഉള്ളൂ. അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷന് വേണ്ടി ഞാനത് വിട്ടേക്കുക. കാരണം എത്രമാത്രം സാരമായ കാര്യങ്ങളെയാണ് ഇങ്ങനെ പ്രതീകാത്മകമാക്കി മാറ്റി നശിപ്പിച്ച് കളഞ്ഞേക്കുന്നത്. വല്ലാത്തൊരു വാക്യമാണ്. നിങ്ങൾ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കി കളഞ്ഞു. വചനത്തിന്റെ സത്യത്തിലേക്കോ വചനത്തിന്റെ നിലവാരത്തിലേക്കോ കടന്നു വരാതെ അതിനെയൊക്കെ പ്രതീകാത്മകമാക്കി മാറ്റി. ആ വചനം അനുസരിക്കാൻ കഴിയാതെ വണ്ണം അതിനൊക്കെ വേറൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത് വചനം അനുസരിക്കുന്നു എന്നുള്ള ഒരു താൽക്കാലിക സമാധാനം ഹൃദയത്തിൽ കൊണ്ടുവരികയും എന്നാൽ വചനം ഉദ്ദേശിച്ച സത്യത്തിൽ നിന്ന് ഹൃദയം അകന്ന് പോയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട്. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ
അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. നമ്മുടെ യെശയ്യാ പ്രവചനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രതിപാദ്യ വിഷയമായിട്ട് വന്നതാണ്. അപ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞിട്ടുണ്ട്. ഈ കുരിശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ഈ വീണ്ടെടുപ്പുകാരനെ കണ്ട് യെശയ്യാവ് പറയുന്ന തന്റെ ജീവിതം പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം ഈ പ്രവചനങ്ങളെ എഴുതിയ ഒരു വ്യക്തിയാണെന്നും അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മരിച്ച ഒരു പ്രവാചകനാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. യെരുശലേമിനെ അരിയേലേ അരിയേലേ എന്ന് വിളിച്ച് 29-ാം അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അവരുടെ ദൈവവചനത്തോട് പ്രതികരിക്കാൻ കഴിയാത്ത അവരുടെ അവസ്ഥയും അവരുടെ നേതാക്കന്മാരുടെ അവസ്ഥയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയപ്പെടുന്ന ഒരു ദൈവവചന ഭാഗമാണല്ലോ 29-ാം അധ്യായത്തിൽ വായിക്കുന്നത്. എന്നിട്ട് പറയുക, ഈ നിങ്ങൾ ചില മനുഷ്യകൽപ്പനകളായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതുപോലെ ദൈവവചനത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അതിന്റെ സത്യത്തിലേക്ക് വരാതെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയമോ എന്നെ വിട്ടകന്നിരിക്കുന്നു. കർത്താവിന് വേണ്ടത് ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ചില ബാഹ്യമായിട്ടുള്ള ആക്ഷനും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്ന ചില കാര്യങ്ങളല്ല വേണ്ടത്. ഈ ഹൃദയത്തിന്റെ ഉള്ളിലെ സത്യം ഇച്ഛിക്കുന്ന കർത്താവാണ്. ഈ കർത്താവിന് ഹൃദയത്തിലെ യാഥാർത്ഥ്യമാണ്, ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും തൂക്കി നോക്കുന്ന കർത്താവിന് ഈ ഹൃദയത്തിലെ യാഥാർത്ഥ്യമാണ് വേണ്ടത്. നോക്കിയാട്ടെ, ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അവർ മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളാണ്. ഇതൊക്കെ മാനുഷകൽപ്പനകളാണ്. പലതും അയ്യോ ഒരു ഇടർച്ച പോലും ഉണ്ടാകരുതെന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തിലാണ് അവർ എഴുതിയെന്ന് പറയുന്നെങ്കിലും സത്യത്തിൽ ദൈവത്തിന്റെ ആഗ്രഹിച്ച ഉദ്ദേശത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോവുകയും അത് കേവലം ഒരു ഹ്യൂമൻ ഇമാജിനേഷനായിട്ട്, ഒരു മാനുഷകൽപ്പനയായിട്ട് തീരുന്ന ഉപദേശങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർ വ്യർത്ഥമായി എന്നെ ഭജിക്കുന്നു. അപ്പൊ അവിടെ കോണ്ടസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ കുറെ പേര് നാശത്തിനായിട്ടും കുറെ പേരെ രക്ഷയ്ക്കായിട്ടും ദൈവം നിയമിച്ചു എന്ന് പറയുന്നതിനുള്ള സാധ്യത അല്ല അവിടെ കാണുന്നത്. നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ ഇരുന്നാലും ഞാൻ അതിനെ മാംസളമാക്കി തീർക്കും എന്നുള്ള വാഗ്ദത്തം അവിടെ പറയപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, പ്രവാസത്തിൽ പോകുന്ന അനുഭവങ്ങൾ, എന്നാൽ അവരെ പീഡിപ്പിക്കുന്ന ജാതികൾക്കുണ്ടാകാൻ പോകുന്ന ചില തിക്താനുഭവങ്ങൾ, അതൊക്കെ 29-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം അങ്ങനെയൊക്കെ ആയിത്തീർന്നാലും ഈ ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേൾക്കാനും ദൈവത്തെ അന്വേഷിക്കാനും തക്കവണ്ണമുള്ള നിലവാരത്തിൽ നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം റീഅറേഞ്ച് ചെയ്ത് ദൈവം പിന്നെയും അതിൽ ഇടപെട്ട് പ്രവർത്തിച്ച് എൻ്റെ കർത്താവേ എന്ന് അവനെ നോക്കി നിലവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണല്ലോ യെശയ്യാ പ്രവചനത്തിലെ മൊത്തമായിട്ടുള്ള ഒരു പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് നിങ്ങൾ ചില കുറവുകളുണ്ട്, നിങ്ങളെ ഞാൻ ശിക്ഷിക്കും, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകും, നിങ്ങൾ ഈ കഠിനമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും, എന്നാൽ തന്നെ ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. നിനക്കെതിരെ ഒരു വഴിയായി വരുന്നവൻ 7 വഴിയായി ഓടിപ്പോകും എന്ന് അവരെ പ്രബോധിപ്പിക്കുകയും, എന്നാൽ ആസന്നമായിരിക്കുന്ന ചില 100-200 വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ചില തിക്താനുഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേരത്തെ തന്നെ ഇത് പറയുന്നത് എന്ന് നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ ഇവിടെ വിവരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഇവിടെ പറയുക, ഇങ്ങനെയുള്ള മാനുഷ സമ്പ്രദായങ്ങൾ അനുഷ്ഠിക്കുന്നത് മൂലം നിങ്ങൾ വ്യർത്ഥമായിട്ട് എന്നെ ഭജിക്കുന്നു എന്ന് പ്രവചിച്ചത് ഒത്തിരിക്കുന്നു എന്ന് പറയുക. തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും, കർത്താവ് അത് വിവരിച്ചു കൊടുക്കുന്നു. മനുഷ്യന് അകത്തേക്ക് പോകുന്നതൊന്നും അവന് അശുദ്ധമായിട്ട് തീരുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് കൈ കഴുകുന്നോ അശുദ്ധമായി കാര്യങ്ങൾ ചെയ്യാമെന്നോ അല്ല പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. പുരച്ചാരത്തെ അരികെ വിളിച്ചു പറഞ്ഞത്, കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ, മനുഷ്യനെ അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നത് അല്ല. അപ്പൊ വായ്ക്കകത്ത് ചെല്ലുന്നതിനെ കുറിച്ച് എല്ലാവരുടെയും ഭാരം, അയ്യോ അങ്ങനെ ആകും ഇങ്ങനെ ആകും, അതിലൂടെ പിശാച് കയറും. എന്നാ പിശാച് കയറുന്നത് ഇതിലൂടെ ഈ ഭക്ഷണത്തിൽ നമുക്കറിയാമല്ലോ, കൂടോത്രം ചെയ്തു, പൊടിയിൽ എന്തോ കലർത്തി കൊടുത്തു, ഏതാണ്ടൊക്കെ നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയുന്നതൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പേടിക്കുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥ കൂടോത്രം കയറിയിരിക്കുന്നത് ഹൃദയത്തിലാണ്. ഈ ജീവനുള്ള ദൈവത്തെ അറിയാതെ വണ്ണം, ഈ ദൈവത്തിന്റെ വചനത്തോട് പ്രതികരിക്കാൻ കഴിയാതെ വണ്ണം ഹൃദയം കടുത്ത് അവരുടെ ശാസ്ത്രിമാരും പരീശന്മാരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഹയസ്റ്റ് മോഡ് ഓഫ് റിലീജിയോസിറ്റി, അല്ലെങ്കിൽ ഹയസ്റ്റ് മോഡ് ഓഫ് ഗോഡ്ലിനെസ്, അതിനപ്പുറത്തേക്കായിട്ടൊന്നുമില്ല എന്ന് ചിന്തിച്ച് വശായിരിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട ഹൃദയങ്ങളാണ്, കഠിനപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളാണ് അവിടുത്തെ പ്രശ്നം. അകത്തേക്ക് പോകുന്നതല്ല, വായിക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എന്ന് പറയുക. ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ വായിക്കുന്ന ഭാഗത്ത് ശിഷ്യന്മാർ പോയി പറയുന്നത്, അതൊന്ന് തെളിയിച്ചു തരണമേ. അല്ലെങ്കിൽ ശിഷ്യന്മാർ പോയി പറയുക, പരീശന്മാർക്ക് അത് ഇടർച്ചയായി പോയി,
കാരണം നമുക്ക് അറിയാമല്ലോ, എനിക്കും ആ ഒരു സ്പിരിറ്റ് ഇച്ചിരി ഉള്ള ആളാണ്. കാരണം ഇച്ചിരി പരിഗണിക്കേണ്ടവരും ബഹുമാന്യരും ഒക്കെ ആണെങ്കിൽ ദൈവവചനം അത്രയും കട്ടിക്ക് പറയണ്ട, ഒന്ന് സൂത്ത് ചെയ്ത് പറയാമെന്ന് മാനുഷികമായിട്ട് അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു കുറവ് എൻ്റെ ഭാഗത്തുണ്ട്. അതൊന്ന് പരിഹരിക്കാനായിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്. ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ തന്നെ ഞാൻ പറയുക, ഇവിടെ ഇത്രയും കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് ഒഫൻഡഡ് ആയിപ്പോയി. ആർക്കാ ഒഫൻഡഡ് ആയേ? യെരുശലേമിൽ നിന്ന് വന്നിരിക്കുന്ന ചീഫ് ഗസ്റ്റുകൾക്ക്, യെരുശലേമിൽ നിന്ന് വന്നിരിക്കുന്ന സന്നിധി സംഘത്തിനും ഇതിലുമൊക്കെ പെട്ട് ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നവര്, അതിനെ യേശുവിനെ വിധിച്ച് കർത്താവ് അന്നേരം എന്ത് ചെയ്യണമായിരുന്നു? കർത്താവ് ഒന്ന് സൗമ്യനായിട്ടൊക്കെ നിന്ന്, വാ സാറേ, നിങ്ങൾ ഒന്ന് ഞാൻ എതിർക്കാനൊന്നും അല്ല വന്നേ, നിങ്ങൾ പറയുന്നതേ ഞാനും പറയുന്നുള്ളൂ. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എന്ത് കോംപ്രമൈസാ? പൗലോസ് പറയുന്ന പോലെയുള്ളൂ, പ്രമാണികളായവർ ആരായിരുന്നാലും എനിക്കൊന്നുമില്ല എന്ന് പറയുന്നത് പോലെയുള്ളൂ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ. അത് പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ സ്വന്തം അപ്പനോ സഹോദരങ്ങളോ ആണെങ്കിൽ പോലും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ പഴയ നിയമത്തിൽ കാണുന്ന പോലെയുള്ളൂ വചനത്തിന്റെ പ്രസംഗം. അത് നിങ്ങൾക്കറിയാമല്ലോ, ഈ പ്രസംഗിക്കുന്നവർക്കറിയാം, പലത് പ്രസംഗിക്കുമ്പോഴും പ്രസംഗിക്കുന്നത് പലതും നമുക്ക് എതിരെ തന്നെ നമ്മൾ പ്രസംഗിച്ചു പോകുന്നത്. നമ്മുടെ ഹിപ്പോക്രസിയും നമ്മുടെ പ്രസംഗ വിഷയമായിട്ട് തീരും. എങ്ങനെയാ ഇങ്ങനെ ഷാർപ്പായിട്ട് പറയുന്നതിന്റെ കാര്യം, ഈ ഹിപ്പോക്രസി എനിക്കും കുറേയൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. അത് ഒരു വീഴ്ചയായിട്ട് ഞാൻ പറയുകയല്ല, എല്ലാ മനുഷ്യനും ഉള്ള അനുഭവം തന്നെയാണ്. എന്നോട് നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള സഹോദരൻ പറഞ്ഞു, ഇങ്ങനെ സെൽഫ് എക്സ്പോസിങ് ആയിട്ടൊന്നും പാസ്റ്റർ പറയരുത്, നാളെ ചിലപ്പം വടി കൊടുത്ത് അടി മേടിക്കുന്ന ഇതായിട്ട് തീരും അത് എന്നൊക്കെ പറഞ്ഞു. വടി കൊടുത്ത് അടി മേടിക്കുന്ന ആണേലും എന്നെ 4 പേര് തല്ലിയാലും എനിക്ക് കുഴപ്പമില്ല, ഞാനൊരു കുറവുള്ളവനായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരു കുറവുമില്ലാത്ത വിശുദ്ധനുണ്ടെങ്കിൽ എന്നെ വിമർശിക്കട്ടെ, അതിന് ഞാൻ അവർക്ക് വിട്ടുകൊടുത്തേക്കുക. അത് വിമർശിക്കുന്നത് നല്ല കാര്യമാണ്, വിമർശിക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാനും ഞാൻ തയ്യാറ് തന്നെയാണ്. നമുക്കിവിടെ കാണാം, ഈ വലിയ വലിയ സാറുമാരെ പിണക്കിയില്ലേ? അയ്യോ, അത് പാടില്ലായിരുന്നല്ലോ. ശിഷ്യന്മാർ അടുക്ക വന്ന് പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി. ഇത് കർത്താവ് പറഞ്ഞതല്ല, അവരിടറിപ്പോയി. ഇത്ര കട്ടിക്ക് പറയണമായിരുന്നോ സാർ? യെശയ്യാ പ്രവചനമൊക്കെ എടുത്ത് പറയണമായിരുന്നു. അവരൊക്കെ അവരൊക്കെ മന്ത്രപ്പട്ട വലുതാക്കി, അവര് വസ്ത്രത്തിന് തൊങ്ങല് നീട്ടി ഇങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാർ, അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും ഒക്കെ ആഗ്രഹിക്കുന്ന ഈ വ്യക്തികളെ സാർ ഇങ്ങനെ ഒഫൻഡഡ് ആക്കാമായിരുന്നോ? അവരെ കയറി അങ്ങനെ വിളിക്കാമോ? അങ്ങനെയൊക്കെ പറയാമോ എന്നുള്ള ആശങ്ക ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ച് ശിഷ്യന്മാർ വന്ന്, കർത്താവ് അവിടെ പറഞ്ഞ, സ്വർഗസ്വനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ഇതും നമ്മുടെ മുന്നറിവും വെച്ച് പറയുമ്പോൾ അങ്ങനെ ആ നിലയിൽ വ്യാഖ്യാനിക്കാനായിട്ട് സാധ്യതയുള്ളൊരു വചനമാണ് എന്ന് നമുക്കെല്ലാം തിരിച്ചറിയാനായിട്ട് കഴിയുമല്ലോ. എന്നാൽ എന്താ കർത്താവ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സ്വർഗസ്വനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ, ഇത്രയും സുവിശേഷം അറിയിക്കുകയും അവരോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും അവർക്ക് മനസ്സിലാകാൻ തക്കവണ്ണം ആ കാര്യങ്ങളെ വിശദീകരിക്കുകയും ചെയ്തിട്ടും അത് വിശ്വസിക്കാൻ കഴിയാത്തവരും അതിനോട് എതിർത്ത് നിൽക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് കർത്താവിനോട് അനുഭാവം തോന്നിയിട്ടുള്ളവർക്ക് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ കർത്താവ് ഇത്രയും പറയണ്ടായിരുന്നു. ഇത് കടുത്തുപോയി, ഇച്ചിരി അധിക പ്രസംഗമായിപ്പോയി എന്നൊക്കെ അഭിപ്രായമുള്ള അവരോട് തന്നെ പറയുകയാണ്, ഈ ദൈവത്തിന്റെ വചനം അങ്ങനെ സൂത്ത് ചെയ്ത് ആരെയെങ്കിലും ബഹുമാനിച്ചുകൊണ്ടും ആരെയെങ്കിലും പൊക്കി പറഞ്ഞുകൊണ്ടും ഒക്കെ പ്രസംഗിക്കേണ്ട ഒരു കാര്യമല്ല. അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കും തോന്നും, എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇന്നാര് വന്നിരിക്കുന്നു, പുള്ളിയെ കൂടുതൽ ഒന്ന് പ്രശ്നമാക്കാതെ ഒന്ന് തടകി അങ്ങ് വിട്ടേച്ചാൽ മതി. അത് തീരുമാനിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ വിളിച്ച് 2-3 ദിവസം അവിടെ കടന്നു ചെന്നു. അന്ന് ഇന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഷാർപ്പായിട്ട് പ്രസംഗിക്കുന്ന കാലമാണ്. ചെറിയതായിട്ടൊരു പ്രവചന ശുശ്രൂഷയൊക്കെ ഒന്നും നടത്തുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പരത്തിയുള്ള ശുശ്രൂഷയൊന്നുമല്ല, ആലോചന ചെരുന്ന ചിലരോട് അത് പറയുന്ന ഒരു അനുഭവം. അവിടെ ഒരു വ്യക്തി എന്നെ വളരെ സ്നേഹിക്കുകയും എന്നെ സ്പോൺസർ ചെയ്യുകയും എനിക്കിടയ്ക്ക് വല്ല പാൻറ്റോ ഷർട്ടോ ഒക്കെ തരികയൊക്കെ ചെയ്യുന്ന ഒരു അമ്മച്ചിയാണ്. എന്നാൽ ആ അമ്മച്ചിയോട് നേരിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പം അമ്മച്ചിയുടെ കുടുംബവും ഒക്കെ ഒഫൻഡഡ് ആയിപ്പോയി. അറിയപ്പെടുന്ന ഒരു പാസ്റ്ററുടെ അമ്മയാണ്. അദ്ദേഹം മാത്രമേ എന്നോട് കൂടെ നിന്നുള്ളൂ, ബാക്കി എല്ലാവരും എന്നോട് എതിർത്ത് നിന്നു ആ പറഞ്ഞത്. കാരണം ഒന്നും അറിയാതെ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ആ ദൂത് അറിയിച്ചത്. എന്നാൽ പല നാളുകൾ എന്നെ തെറ്റിദ്ധരിക്കാനും എനിക്കുള്ള എന്തെങ്കിലും ഇടയ്ക്ക് വല്ലപ്പോഴും മീറ്റിങ്ങിനൊക്കെ ചെല്ലുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഒക്കെ ഇതായി
ഒരു ശത്രുത്വത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് അതിനെ കാണാനൊക്കെ ഇടയായി തീർന്ന ഒരു സാഹചര്യം ഞാൻ ഓർക്കുക. കാരണം മുന്നിലിരിക്കുന്ന വ്യക്തി ഇത് ഒരാളോട് മാത്രമല്ല. എനിക്ക് പലപ്പോഴും ആരെങ്കിലും എനിക്കൊരു സ്വോത്രകാഴ്ച തരികയാണെങ്കിൽ അവരോട് ഞാൻ കൂടുതൽ പ്രതിബദ്ധത എനിക്കുണ്ട്. സ്വോത്രകാഴ്ച തരാത്തവരോടും ഉണ്ട്, തരുന്നവരോട് പ്രത്യേകിച്ചുണ്ട്. കാരണം ഈ സ്വോത്രകാഴ്ച മേടിച്ചിട്ട് അവരെങ്ങാനും തെറ്റിപ്പോയാൽ ഞാനും ഒരു ഉത്തരവാദി. അതാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതിബദ്ധത തോന്നുന്നത്. വെറുതെ തോന്നുമല്ല. വെറുതെ സ്വോത്രകാഴ്ച മേടിച്ച് പോക്കറ്റിലിട്ടാൽ പോരല്ലോ. ഈ പറയുന്ന കാര്യങ്ങൾക്ക് അവരെനിക്ക് എന്തിനാ സ്വോത്രകാഴ്ച തരുന്നത്? ബ്രദറെ, നല്ലപോലെ വചനം പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ നല്ല നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, ഇനിയും തുടർന്ന് ചെയ്യണമെന്ന് പറയാനല്ലേ. അല്ലാതെ ബ്രദറെ ബാക്കി എല്ലാവരോടും പ്രസംഗിച്ചു, എന്നോട് പ്രസംഗിക്കേണ്ട, എൻ്റെ കാര്യം വരുമ്പം ബ്രദർ പ്രസംഗിക്കരുതെന്ന് പറയാനാണോ? എനിക്കപ്പോൾ കൂടുതൽ പ്രതിബദ്ധത അവരോട് തോന്നുകയും അവരെ കുറച്ചുകൂടെ കൂടുതൽ കാര്യമായിട്ട് അവരെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നതിലെ അനുഭവങ്ങൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തല്ലുകൊള്ളേണ്ട അവസ്ഥ വരെ വന്നിട്ടുമുണ്ട്. തല്ലുകൊണ്ടിട്ടില്ല, ഓൺ ദ വെർജ് ഓഫ് ബീയിങ് ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ദൈവവചനത്തിന്റെ കാര്യങ്ങൾ നേരെ പറയുന്നതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ആരോടും ഒരു വിഷമവുമില്ല. അവരോടും വിഷമമില്ല, എന്നെ വിമർശിക്കുന്നവരോടും വിഷമമില്ല, ആരോടും വിഷമമില്ല. എന്നാൽ ഈ വചനവുമായിട്ട് നിൽക്കുമ്പോൾ വചനം പറയണം എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിയാട്ടെ. അപ്പം അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ഒഫൻഡഡ് ആയി പോകുമെന്ന് ചിന്തിച്ച് ഇവിടെ പറയുകയാണ്. അപ്പൊ കർത്താവ് അതിന് കൊടുക്കുന്ന ഉത്തരം എനിക്കും അത് പറയാനേ ഉള്ളൂ. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ദൈവവചനം പ്രസംഗിക്കുന്നതിനോടുള്ള അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ മക്കളല്ല കൗലടയന്മാരത്രേ എന്ന് ദൈവവചനത്തിൽ പറയുന്ന പോലെ, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാതെ വേഷം കെട്ടുന്നവനാണെങ്കിൽ ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി പ്രസംഗിക്കുകയും അവരുടെ ഹൃദയത്തെ മുറിക്കുകയും ചെയ്യുമ്പോൾ അവർ പിന്മാറിപ്പോകും. അവർ നിൽക്കത്തില്ല. യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിൽ വരാതെ ഇവന്റെ ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർ വ്യക്തിപരമായിട്ട് അതെടുക്കുകയും അതിനെ വെറുക്കുകയും ചെയ്യും. അതൊരു രാഷ്ട്രീയമായിട്ട് കാണും. യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ രൂപാന്തരപ്പെട്ട കൊണപ്പെട്ട ഹൃദയമുള്ള ഒരുത്തന് മാത്രമേ നീതിമാനെ അടിക്കുന്നത് എൻ്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ എന്ന് പറയാനായിട്ട് കഴിയത്തുള്ളൂ. ഈ പറയുന്ന എനിക്കും അങ്ങനെ തന്നെ തോന്നണം. വേറെ ആരോടെങ്കിലും ഞാൻ പറയുന്ന പ്രിവിലേജ് മാത്രം ഉപയോഗിക്കുകയല്ല, എന്നോട് മറ്റുള്ളവർ പറയുന്നതും കൂടെ ഞാൻ അങ്ങനെ എണ്ണേണ്ടത് ആവശ്യമാണ്. കർത്താവ് ഇന്ന വ്യക്തി എന്നെ വിമർശിച്ചല്ലോ, അതിൽ എൻ്റെ ചില ഹിപ്പോക്രസി വെളിപ്പെട്ടല്ലോ, എൻ്റെ ചില കപടഭക്തി അതിൽ വെളിപ്പെട്ടല്ലോ എന്ന് കാണാനും ആ വ്യക്തിയെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും കൂടെ കഴിയും. പലപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ദൈവസഭ പല സ്ഥലങ്ങളിൽ വേല ചെയ്യുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ പറയുക, നിങ്ങൾ ബുദ്ധിമാനെ അല്ലെങ്കിൽ നീതിമാനെ അടിക്കുമ്പോൾ, നീതിമാനോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ, ദൈവസന്നിധിയിൽ കർത്താവിനെ അറിയുകയും രൂപാന്തരപ്പെട്ട ഹൃദയത്തിന് അവകാശിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അവൻ നമ്മുടെ കൂടുതൽ സ്നേഹിക്കുകയും കൂടുതൽ അവൻ ദൈവസന്നിധി സമർപ്പണമുള്ളവനാകുകയും ചെയ്യും. അല്ലാത്തവനെ ഭോഷനെ ശാസിക്കാൻ പോകരുത്. അത് പന്നികളുടെ മുന്നിൽ ഇതിട്ടതുപോലെയാ. അത് സഭയുടെ ഉള്ളിലും ഇന്ന് അങ്ങനെയുള്ള അനുഭവമുണ്ട്. അത് ചവിട്ടിക്കളയുകയും പിന്നെ നിന്നെ കയറി ആക്രമിക്കുകയും ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞത് എത്രയോ അർത്ഥവത്താണ്. കർത്താവ് ഇവിടെ പറയുക, അങ്ങനെ ഭാരപ്പെടേണ്ട. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവൻ അവിടെ നിൽക്കും, അങ്ങനെ അല്ലാത്തവൻ അവൻ പോകുമെന്നൊരർത്ഥമാണ് നമ്മൾ അതിന് കൊടുക്കേണ്ടത്. അവനത് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഒരു ജിജ്ഞാസ കൊണ്ടോ അത്ഭുത അടയാളവും കാണാനുള്ള ആഗ്രഹം കൊണ്ടോ ഈ കൂട്ടത്തിൽ ചേർന്നാൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്നോ ഒക്കെ വിചാരിച്ച് യഥാർത്ഥത്തിൽ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെടാതെ അഭിനയിക്കുന്നവരും ആർക്കും നിൽക്കാൻ പറ്റിയൊരു കളമല്ല. ഇനിയും വരാൻ പോകുന്ന അനുഭവത്തിലും അവർക്ക് ആർക്കും നിക്കക്കള്ളിയില്ല ഇതിൻ്റെ ഉള്ളിൽ. യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശിക്കുന്ന നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും എന്ന് തിരിച്ചറിവുണ്ടായവർക്ക് മാത്രമേ നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് വിട്ടേച്ച് പോകണം എന്നല്ല പറയുന്നത്. നമ്മളെ തന്നെ ശോധന ചെയ്ത് എന്താണോ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിലേക്ക് തന്നെ പോകണം എന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം. നോക്കിയാട്ടെ, എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ, ചില നിമിഷങ്ങളേ ഉള്ളൂ. വാക്കുകൾ കേട്ട് ഇടറിപ്പോയി സ്വർഗസ്നായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. അവരെ വിടുവിൻ, അവർ കുഴന്മാരായ വഴികാട്ടികൾ അത്രേ. അവരെ വിടുവിൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സ്റ്റേ അവേ ഫ്രം ദം എന്നുള്ളൊരു അർത്ഥമാണ് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ കൊടുത്തേക്കുന്നതെന്ന് കണ്ടെത്താനായിട്ട് ഇടയായി തീർന്നു. സ്റ്റേ അവേ ഫ്രം ദം, സ്റ്റേ അവേ ഫ്രം ദെയർ ടീച്ചിങ്, സ്റ്റേ അവേ ഫ്രം ദെയർ എക്സോർട്ടേഷൻസ്. ഇങ്ങനെ ഒഫൻഡഡ് ആയി പോകുന്ന, ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ഒഫൻഡഡ് ആയി പോകുന്നവര് അത് യഥാർത്ഥത്തിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞവരും രക്ഷിക്കപ്പെട്ടവരും അല്ല.
അവരുടെ ഉപദേശം കേൾക്കരുത്. സെൽഫ് സെന്റേഡ് ആയിട്ടുള്ളതും അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതും ദൈവത്തിന്റെ പ്രമാണത്തിന് വിരോധമായിട്ടും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ വിരോധമായിട്ടും കർമാചാരങ്ങളിലേക്ക് ജനത്തെ നയിക്കുകയും വിശ്വാസത്തിൽ നിന്ന് അവരെ അടർത്തി മാറ്റുകയും ചെയ്യുന്നവരുടെ ഉപദേശം നിങ്ങൾ കേൾക്കരുത്. നോക്കിയാട്ടെ, ആ ഉപദേശം നിങ്ങൾ കേൾക്കരുത്. കാരണം അവർ കുരുടന്മാരായ വഴികാട്ടികൾ. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. പത്രോസ് അവനോട് ഈ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണം. അതാ ഞാൻ പറഞ്ഞത്, മൂന്നാമത്തെ പ്രാവശ്യമാണ് കർത്താവ് ഈ ഒരു 3-4 അധ്യായം നമ്മൾ പഠിച്ചെടുത്ത് പിന്നെയും ഉപമ തെളിയിച്ചത്. ഇവർ വരം കിട്ടിയവരല്ലായിരുന്നു, ഇവർക്ക് തെളിയിച്ചത് കൊടുക്കേണ്ട ആവശ്യം എന്താ? ഇത് പറഞ്ഞ ഉടനെ അവർ ഗ്രാസ്പ് ചെയ്യേണ്ടതല്ലായിരുന്നു. അപ്പൊ വരം കിട്ടിയവർ എന്നുള്ളതിനൊരു വ്യാഖ്യാനം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത് നമ്മുടെ റീപ്ലേയിലുണ്ട്, അത് കേൾക്കണമേ എന്നപേക്ഷിച്ച് ഇന്നിപ്പോൾ സമയമില്ല ഇനി വരം കിട്ടിയവർ ആരാന്ന് പറയാനായിട്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. വരം കിട്ടിയവർ ആരുന്നവര് എങ്കിലും കാര്യങ്ങളെ ഗ്രഹിക്കാൻ. അപ്പം വരം കിട്ടിയവർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ഒഫൻഡഡ് ആയിരിക്കുന്നു, ഈ സന്നിധി സംഘം ഒഫൻഡഡ് ആയിരിക്കുന്നു, വലിയ ചില ഭവിഷ്യത്തുകൾ നിങ്ങളുടെ പ്രസംഗ മുഖാന്തരം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ആശങ്കാജനകമായ സാഹചര്യത്തിലാണ് കർത്താവ് പറയുന്നത്. അവിടെ പറയുന്നത് ഈ അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ എന്ന് പറയുകയും അവരുടെ ഉപദേശം കേൾക്കരുത്, സ്റ്റേ അവേ ഫ്രം ദം. അപ്പം ആരാ ഈ വരം കിട്ടിയവർ? ഈ വരം കിട്ടിയവര് ഈ അതിനുവേണ്ടി പെർസിസ്റ്റ് ചെയ്യുകയും അതൊരുപക്ഷെ അന്നേരം മനസ്സിലായില്ലെങ്കിൽ പോലും അതാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ്, കർത്താവെ തൽക്കാലം മനസ്സിലായില്ലെങ്കിലും നീ പറയുന്നതാണ് സത്യമെന്ന് ഞങ്ങൾക്ക് ഉള്ളിലറിയാം, അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലാതെ എല്ലാം അറിയാവുന്നവരും എല്ലാ വചനവും പഠിച്ചവരും എല്ലാ വചനവും ഈസിയായിട്ട് വ്യാഖ്യാനിക്കുന്നവർന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. വരം ലഭിച്ചവർക്കും സ്റ്റിൽ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് ഗോഡ്, still we need the hand of God to guide us, still we need the help of the Holy Spirit to interpret the scripture and to understand the real meaning of it. അത് വരം ലഭിച്ചെന്ന് വെച്ച് കയ്യും കെട്ടിയിരിക്കാമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഈ വരം ലഭിച്ചവർ തന്നെയാ പിന്നെയും വന്ന് ചോദിക്കുന്നത്, പത്രോസ് ആ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ന് വരെ ബോധമില്ലാത്തവരോ എന്നവർ, നിങ്ങൾക്ക് ഇന്ന് വരെ ബോധം വന്നിട്ടില്ല. എനിക്ക് വളരെ ആ ഭാഗം വായിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. ഒരു ബോധവും ഇല്ലല്ലോ എന്ന് പറയുന്നത് പോലെ നിങ്ങളും ഇന്ന് വരെ ബോധമില്ലാത്തവരോ എന്ന് ചോദിച്ചു. ചോദ്യമൊക്കെ അണ്ടർലൈൻ ചെയ്യേണ്ടതാ. ബോധമില്ലാത്തവരോ, ബോധമില്ലാത്തവരോ. വായിക്കകത്ത് കടക്കുന്നതിൽ ആ വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എന്തെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. മർക്കോസിന് സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു 13 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച്. അതിൻ്റെ റെഫറൻസ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, നോക്കിയാട്ടെ. അശുദ്ധമാക്കുന്നത് ഇതത്രേ. അപ്പൊ എല്ലാ തിന്മയുടെയും വിളനിലമായിട്ട് ഹൃദയം, ഒരു പാപിയായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. അത് വായിലൂടെയാണ് ഇത് പുറപ്പെട്ടു വരുന്നത്. ഹൃദയത്തിലുള്ളത് വായിലൂടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അവരുടെ സംസാരത്തിലൂടെയാണ് അധികം ഈ പാപകരമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. പല ഏറ്റുപറച്ചിലുകളും പാപത്തിന് അനുകൂലമായിട്ടുള്ള പല ചിന്തകളും വാക്കുകളായിട്ട് വായിലൂടെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ കടന്നു വന്നിട്ട് അത് അവനെ അശുദ്ധമാക്കി തീർക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ടാണ് ഈ വായ കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത്. വായ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് വായിക്കൾക്കായിട്ട് സ്തോത്രം, അങ്ങനെ അല്ലാത്ത വായികളെ കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല പലപ്പോഴും വാ പറയുന്നത്. അത് പരിച്ഛേദന ഏൽക്കാത്ത ഒരു നാവാണെങ്കിൽ എന്തും പറയും. അപ്പം ഇങ്ങനെ നമ്മളെ അശുദ്ധമാക്കി തീർക്കുന്നു, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ വെളിപ്പെടുത്തുന്നു. അത് നമ്മളെ അശുദ്ധമാക്കി തീർക്കുന്നു, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പൊ ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങളല്ല, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ഇതത്രേ, കൈ കഴുകാതെ ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. ചിലപ്പോൾ വയറ്റിളക്കമോ വയറുകടിയോ ഒക്കെ വന്നെന്ന് വരും, അല്ലെങ്കിൽ വേറെ ചില ഇതൊക്കെ വന്നെന്ന് വരും. കൈ കഴുകണ്ട എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നതെന്നും. കമ്പാരറ്റീവായിട്ട് ആ അവസരം ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ ദൈവവചനത്തിന്റെ ലക്ഷ്യവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശവും അവിടെ മനസ്സിലാക്കിക്കുകയാണ് മത്തായി അവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് അബ്രഹാം പാസ്റ്റർ പുറത്ത് ഫീൽഡിലാന്ന് തോന്നുന്നു. അത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എത്ര വിശദമായിട്ട് ആ സാഹചര്യത്തെ അവിടുന്ന് കാണിക്കാനും മനുഷ്യന്റെ അവസ്ഥ വെളിപ്പെടുത്താനും കർത്താവെ, എന്നാൽ അവിടുത്തെ രക്ഷ ഞങ്ങൾക്ക് ആവശ്യമാണ്, അങ്ങയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാനും, ഹൃദയത്തിൻ്റെ ചതിവിൻ്റെ അവസ്ഥ,
കർത്താവെ, സകലത്തേക്കാൾ കപടവും വിഷമവും നിറഞ്ഞത് ആരാഞ്ഞറിയുന്നവൻ ആരെന്ന് വചനത്തെ പറഞ്ഞേക്കുന്നത് പോലെ കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങളിൽ ആശ്രയിക്കാനോ ഞങ്ങളുടെ ഇതിൽ പുകഴാനോ ഒരു സ്ഥാനവുമില്ല കർത്താവ്. അങ്ങയുടെ ശാശ്വതമായ കൃപയിൽ, കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട ആ വലിയ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന ദൈവസ്നേഹത്തിന്റെ ആ നദിയിൽ ഞങ്ങളെ തന്നെ ഇമ്മേഴ്സ്ഡായിട്ട് ആകാൻ തക്കവണ്ണം അടിയങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ. നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ സന്നിധി സമ്മതിക്കുകയും നിന്റെ സന്നിധി ഞങ്ങളത് ഏറ്റുപറയുകയും ചെയ്യുന്നു. തുടർന്നും തിരുകൃപ ഞങ്ങളെ നയിക്കണം. അവിടുന്ന് കർത്താവെ, ആ വചനത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി അത് ഹൃദയം കഠിനപ്പെട്ടു പോകാതെ മനുഷ്യർ പറയുന്ന ചില ബൈപ്പാസ് ഇന്റർപ്രിട്ടേഷൻസും ബൈപ്പാസ്സായിട്ട് അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ചില ഒഴിവൊഴിവുകളും അല്ല കർത്താവെ. യഥാർത്ഥത്തിൽ ആ വചനത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് തന്നെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ നയിക്കണമേ എന്നടി ഞങ്ങൾ അപേക്ഷിക്കും. താഴ്ത്തിക്കരങ്ങളിൽ ഏൽപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കാവലും നാം ഏവരോടും കൂടെ ലോകമ്പോടുള്ള എല്ലാ വിശുദ്ധന്മാരോടും കൂടെയും കർത്താവിന്റെ വരവൊരു ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.